തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അപര്യാപ്തതയെപ്പറ്റി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസന് മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശനം വരുന്നു. ഹാരിസിന്റെ പ്രതികരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സലീം മാലിക്കുണ്ട്. സലീം, ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്കാകട്ടെ മുഖ്യമന്ത്രിക്കാവട്ടെ അദ്ദേഹം മികച്ച ഡോക്ടറാണെന്നും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെ പ്രശംസിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മികച്ച ആരോഗ്യമേഖല ഇനിയും മികവിലേക്ക് പോകണം, അല്ലെങ്കിൽ ഉള്ള വീഴ്ചകൾ അപര്യാപ്തതകൾ പരിഹരിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ പലവട്ടം ശ്രമിച്ചിട്ടും തിരുത്തപ്പെടാത്തതുകൊണ്ട് അല്ലെങ്കിൽ നടപടി ഉണ്ടാവാത്തതുകൊണ്ട് ഇനി വഴി പൊതുവിൽ പറയുകയുള്ളൂ എന്ന ഘട്ടത്തിലാണ് ആ ഡോക്ടർ, ആ മനുഷ്യൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്. അവിടെയും അത് താറടിക്കാനുള്ള വടി നൽകിയെന്ന വിമർശനമാണ് ഉള്ളത്. ഗൂഗിൾ ഈ വിഷയത്തിൽ ഈ ഹാരിസ് ചിറക്കലിന്റെ ആദ്യം അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ പോകുമ്പോൾ ആ പ്രതികരണം എടുത്ത ആളാണ് ഞാൻ. മാത്രമല്ല അതിനുശേഷമുള്ള ആ പ്രതികരണങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ ആത്മാർത്ഥമായി, അദ്ദേഹത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വേണ്ടി പോരാട്ടം നടത്തുന്ന ഒരാൾ കൂടിയാണ് ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ. അദ്ദേഹം ഈ തുറന്നു പറഞ്ഞത് അത് ഏതെങ്കിലും തരത്തിൽ ഈ ആരോഗ്യ മേഖലയെ താറടിക്കാനാണ് എന്ന് കരുതുക വയ്യ. കാരണം അത്രയും നിരാശനായി, അത്രയും പലതവണ പരാതി പറഞ്ഞിട്ടും അത് ഏതെങ്കിലും ഈ സിസ്റ്റത്തോട് മാത്രമല്ല പരാതി പറഞ്ഞത്, 6 മാസം മുൻപ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ടെത്തിപ്പോലും പരാതി പറഞ്ഞിട്ടും പരിഹരിക്കാൻ കഴിയാതെ രോഗികളുടെ വേദന നേരിൽ കാണുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനെ, നല്ലൊരു ഡോക്ടറുടെ പ്രതികരണമാണ് എന്നാണ് നമ്മളതിൽ മനസ്സിലാക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആരോഗ്യ മേഖലയെ താറടിക്കാനിരിക്കുന്നവർക്കുള്ള വടി കൊടുക്കുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ചെയ്തത് എന്ന് പറയുന്നത്. പക്ഷേ അത് എത്ര നിലയിൽ സ്വന്തം പാർട്ടിക്കാർ പോലും, പാർട്ടി അണികൾ പോലും ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. കാരണം ഈ വിഷയത്തിന് ശേഷം ഈ ഡോക്ടറുടെ മാത്രം പ്രതികരണം അത് ഒറ്റപ്പെട്ട പ്രതികരണമല്ല എന്ന് പല വഴികളിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഈ ശസ്ത്രക്രിയ മുടങ്ങിയതും ശസ്ത്രക്രിയ വൈകിയതുമായ നിരവധി രോഗികൾ അനുഭവ സാക്ഷ്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കൾ പരാതി പറയുന്നുണ്ട്. വലിയ തുക മുടക്കി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങി നൽകിയിട്ടും മരുന്നുകൾ വാങ്ങി നൽകിയിട്ടുമാണ് ഇവിടെ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അങ്ങനെ വലിയ വീഴ്ചകൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഉയർത്തുകയും പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ പല വഴികളിൽ നിന്ന് ആ പരാതികളൊക്കെ ഉയരുമ്പോഴാണ് ഹാരിസ് ചിറക്കലിന്റെ ഉദ്ദേശശുദ്ധിയെ ഇപ്പോൾ സംശയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്നുള്ള കാര്യം ഇനി അറിയാനുണ്ട്. കാരണം നിലവിൽ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു വിദഗ്ധ സമിതി, 4 അംഗ സമിതി അന്വേഷണം നടത്തുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പഠിക്കാനുമായുള്ള അന്വേഷണം അവർ നടത്തുകയാണ്. തെളിവെടുപ്പ് ഉൾപ്പെടെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ കൂടി വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായും അതിൽ സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഇനി ഹാരിസ് ചിറക്കൽ നേരിട്ടേക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആദ്യ ദിവസം അത്തരത്തിലൊരു നടപടിക്ക് സർക്കാർ ആലോചിച്ചിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയ വലിയ പിന്തുണ കൊണ്ടാവാം ആ തീരുമാനത്തിൽ നിന്ന് പിന്നീട് പുറകോട്ട് പോവുകയും അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കാമെന്ന് വളരെ പോസിറ്റീവായി തന്നെ ആ വിമർശനത്തെ സർക്കാർ എടുക്കുന്നതും കണ്ടതാണ്. ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ അത് തന്റെ വകുപ്പിന്റെ വീഴ്ചയല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വിമർശനത്തെ പോസിറ്റീവായി ഉൾക്കൊള്ളുന്ന ഒരു സമീപനം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ സ്വീകരിക്കുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നടപടി ഉണ്ടാവില്ല എന്നൊരു ധാരണയിലായിരുന്നു. പക്ഷേ ഇന്നോടുകൂടി നടപടിക്ക് സാധ്യത എന്നൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പരോക്ഷമായ വിമർശനം നടത്തുകയും ചെയ്യുന്നത്. ഗോകുൽ, ശരി, വിമർശനം തിരുത്തലിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ തുറന്നു പറയുന്നത് വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തിരുത്തുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നടപടി ഉണ്ടാകാൻ വേണ്ടിയാണ്, താറടിക്കുവാൻ വേണ്ടിയല്ല എന്ന് ആ ഡോക്ടർ തന്നെ പറഞ്ഞതാണ്. ആ നിലയിലാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം വന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം അതിനി ഒരുപക്ഷെ ഡോക്ടർ ഹാരിസ് ഹസനെതിരെയുള്ള സർവീസ് നടപടികളിലേക്ക്, ചട്ടം അനുസരിച്ചുള്ള നടപടികളിലേക്കുള്ളൊരു സൂചനയാണോ എന്ന് കൂടി സംശയം ഉയരുന്നുണ്ട്. ഏതായാലും ഈ വാർത്തയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.